കരപ്പെടുത്തി സ്തോത്രം ചെയ്താൽ അല്പനിമിഷങ്ങൾ ഒരു 10-12 മിനിറ്റുകൾ വചനം ധ്യാനിക്കാനായിട്ടെടുക്കുക. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഈ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം ഒരു യാത്രയാണ്. പൗലോസ് റോമിലേക്ക് യാത്ര ചെയ്യും. മക്കളെ റോമിലേക്കുള്ള ഒരു യാത്ര, ദീർഘമായ യാത്ര. ആ യാത്ര വളരെ ശുഭകരമായി ആരംഭിച്ച യാത്രയാണ്. പക്ഷെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മാറി വന്നു. കാറ്റ് സമ്മതിച്ചില്ല, കാറ്റ് പ്രതികൂലമായി. അങ്ങനെ യാത്ര വൈഷമ്യം നേരിട്ടു. കപ്പലോട്ടം പ്രയാസമായി. പല ദ്വീപിനെയും മറപറ്റി ഓടേണ്ടി വന്നു. ചിലതിൻ്റെ തൂക്കിനോട് കടന്നുപോയി, ചിലതിൻ്റെ മറവിനോട് കടന്നുപോയി. സൂര്യനെയും ചന്ദ്രനെ കാണാത്ത അനേക ദിവസങ്ങൾ ജീവിതത്തിലുണ്ടായി. വല്ലാത്ത കൊടുങ്കാറ്റ് നിർത്താതെ അടിച്ചു. ഈശാനുകൂലം എന്നൊരു കൊടുങ്കാറ്റ് അതിന് നേരെ അടിച്ചു. പടക് കാറ്റിന് നിൽക്കാൻ കഴിയാതെ ആടി ഉലഞ്ഞു. ഇത് തകർന്നു പോകുമെന്ന് തോന്നി. ആ പടകിലുള്ള ആളുകൾ അവരുടെ സാധനങ്ങളെല്ലാം കപ്പലിൽ നിന്ന് വെളിയിൽ കളഞ്ഞു. ദിവസങ്ങളോളം ഒരു ആഹാരം കഴിക്കാതിരുന്നു. പൗലോസ് എന്ന ഒരേ ഒരു ദൈവമനുഷ്യൻ മാത്രമേ കപ്പലിലുള്ളൂ. ഇന്ന് പകരം ഞാൻ ഒരു ദൂത് നിങ്ങൾ കൈമാറാനാണ്. ഒരു ദൈവവൈദ്യനയോ ഉള്ളെങ്കിലും അവനെ തേടി വരുന്നൊരു ദൈവമുണ്ട്. സഭയ്ക്കകത്ത് 1000 പേരുണ്ടോ എന്നുള്ളത് ദൈവത്തിന് കാര്യമല്ല. സഭയ്ക്കകത്ത് 100 പേരുണ്ടോ എന്നുള്ളത് കാര്യമല്ല. ഈ സഭയ്ക്കകത്ത് ദൈവകൃപയുള്ള ഒരാളുണ്ടെങ്കിൽ അവരെ തേടി ഇറങ്ങി വരാൻ സ്വർഗത്തിന് ദൈവം തന്റെ ദൂതനെ അയക്കും. അദ്രിയ കടലിൽ അണയുന്ന നേരത്ത് കടലേതാ കരയേതാ രാത്രി ഏതാ പകലേതെന്നറിയാതെ അവരിങ്ങനെ അലയുമ്പോൾ, എല്ലാവരും കരഞ്ഞ് പട്ടിണി കിടക്കുമ്പോൾ പൗലോസ് പറയും, സഹോദരന്മാരെ നിങ്ങൾ ധൈര്യമായിരിക്കുക, പുരുഷന്മാരെ നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചോ വാക്യം. അപേക്ഷിക്കുന്നു. അപ്പോൾ ഒന്നിന് ഹാനി വരും, ഒന്നിന് വരികയില്ല. മനസ്സിലായി? ദൈവമൊക്കെ ഞാൻ സ്വന്തം പറയാം. ചിലത് തകരും, ചിലത് അക്കരയെത്തും. പകൽക്കാലം തകരേണ്ടതൊക്കെ തകരും, പൊളിയേണ്ടതൊക്കെ പൊളിയും, അക്കരയെത്തേണ്ടത് അക്കരയെത്തും. വിശ്വസിക്കുന്ന ദൈവങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്താണ്ട് വാഗ്ദത്തമുണ്ടെങ്കിൽ നിത്യതയിലേക്ക് എത്തിക്കേണ്ടവരെ ദൈവം ഏത് പ്രതിസന്ധിയാണെങ്കിലും അക്കരെ എത്തിക്കും. സ്തോത്രം. അങ്ങനെ അത് പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ 23-ാം വാക്യം വായിക്കുന്നത്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. എത്ര വായിക്കുന്ന പകൽക്കാലം സന്തോഷം പറയാൻ കഴിയും? നീ പ്രാർത്ഥിച്ച രാത്രിയിൽ ദൂതൻ ഇറങ്ങി നിന്റെ അടുക്കൽ വന്നു. നീ കരഞ്ഞപ്പോൾ, നീ സങ്കടപ്പെട്ടപ്പോൾ, നിന്റെ ചങ്ക പൊട്ടിയപ്പോൾ, നിന്റെ കണ്ണ് അവൻ ധാരയായി ഒഴുകിയപ്പോൾ, അവൻ നീ ഗൽഗലകണ്ഠനായി മാറിയപ്പോൾ, ഒരാളെ സഹായമില്ലാതിരുന്നപ്പോൾ രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലന്റെ അടുക്കൽ ദൈവം തന്റെ ദൂതനെ അയച്ചു.
ഈ ആരാധനയിൽ ദൈവം പറയാണ്, പ്രാർത്ഥിക്കുന്നവന്റെ മുറിയിലേക്ക് അവൻ കൊടുങ്കാറ്റിന്റെ നടുവിലായാലും അവൻ വൻകടലിലായാലും ഇത് രാത്രി ദൂതനെ അയക്കുന്ന ദൈവമുണ്ട്. അവൻ വന്നൊരു ദൂത് പറയാൻ, പൗലോസേ നീ എന്ത് ചെയ്യണ്ട, നീ ഈശാന് പോലെ ഭയപ്പെടേണ്ട, ഈ പടകിനകത്ത് കപ്പിത്താൻ നീ മേടിക്കണ്ട, സ്തോത്രം, ഇതിനകത്ത് ശതാധിപനെ നീ മേടിക്കണ്ട, ഇതിനകത്ത് പടയാളികൾ നീ മേടിക്കണ്ട. എന്താ കാര്യം? പടയാളികൾ പറഞ്ഞു ഏതൊക്കെയല്ല ചാകാൻ പോയാ, എന്നാ പിന്നെ എന്ത് ചെയ്യാ, 276 തടവുകാരുള്ള അതിനെ തടവുകാരെന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൊന്നേക്കാം. ആ കൊല്ലുന്ന കൂടി ആര് കൊല്ലപ്പെടും? പൗലോസ് കൊല്ലപ്പെടും. ഇന്ന് പകൽ ദൈവം പറയാ, നിന്റെ പ്രാണന് വേണ്ടി ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന, നിന്നെ കൊല്ലാൻ വേണ്ടി പതിയിരിക്കുന്ന, നിനക്ക് വേണ്ടി ആയുധം ഒരുക്കി കാത്തിരിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് നിന്നെ കൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പിക്കുന്ന ദൈവം ഈ സഭായോഗത്തിൽ വിശ്വസ്തനായി വന്നിട്ടുണ്ട്. ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്ന ദൈവങ്ങൾ ദൈവത്തിന് ആത്മാവിനെ സ്വന്തം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇതൊരു ഫൈനൽ സന്ദേശം പറയാ, ഇന്ന ദൈവത്തിന്റെ പൈതലെ നീ മരിക്കത്തില്ല, നീ മരിക്കത്തില്ല, ഈ കപ്പലിന് മരിക്കത്തില്ല, ഈ പടകിന് മരിക്കത്തില്ല, ഈ കടലിന് മരിക്കത്തില്ല. ദൈവം നിന്നെ എത്തിക്കുന്ന സ്ഥലത്ത് എത്തിച്ച ശേഷമേ നിനക്ക് ഹാനി വരികയുള്ളൂ. അവിടെ നീ എത്താതെ എത്ര കടൽ ഇളകിയാലും, എത്ര കാറ്റടിച്ചാലും, എത്ര പുരുഷാരം ഇളകിയാലും, എത്ര പടജലം ഇളകിയാലും അതൊന്നും നീ ഭയപ്പെടേണ്ട. അങ്ങനെ അവര് അക്കരെ എത്തി. ഞാൻ പറഞ്ഞല്ലോ ഈ കപ്പൽ തകർന്നു അല്ലേ, പനകപ്പുറത്തൊക്കെ പിടിച്ച് നീന്തി അതിയ കടലിൽ തണുത്തുറഞ്ഞ അല്ലാതി കടലിലൂടെ അവര് യാത്ര ചെയ്ത് അവര് കരയിലെത്തുമ്പോ എത്തിയ സ്ഥലം നല്ല ആൾക്കാരുടെ സ്ഥലമല്ല, ബർബരന്മാരുടെ സ്ഥലമാണ്. ബർബരന്മാർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് ദൈവം കാണിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ഇന്നത്തെ മാൾട്ട, അന്നത്തെ സ്ഥിതിയാണ് ഇന്ന് മാൾട്ട. ഇന്ന് നമ്മുടെ ആളുകളെല്ലാം അങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മാൾട്ടയിലേക്ക്. അന്ന് ഒരു മനുഷ്യരോട് ഒരു കരുണ കാണിക്കുക, കണ്ണിച്ചോരയില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് ആര് കയറിച്ചെന്നേ, അവൻ ഈ പൗലോസ് കയറിച്ചെന്നേ. പക്ഷെ ഒരു കാര്യം വായിക്കുന്നത് കേട്ടോ, അവര് അസാധാരണതയെ കാണിച്ചു. ഇന്ന് പകൽക്കാലത്ത് ചെല്ലുന്ന സ്ഥലത്ത് അവര് നിങ്ങൾക്ക് വേണ്ടി അസാധാരണ ദയ കാണിക്കാൻ ദൈവ ചില ഹൃദയങ്ങളോട് ഇടപെടും. ചിലര് നിനക്ക് ദയ കാണിച്ചില്ലെങ്കിൽ നീ വിഷമിക്കണ്ട, ചിലര് നിനക്ക് ദോഷം ചെയ്ത നീ വിഷമിക്കണ്ട, ചെമ്പമണിക്കാര അലക്സാണ്ടർ ദോഷം ചെയ്ത നീ വിഷമിക്കണ്ട. അസാധാരണ ദയ കാണിക്കാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. അവര് ശീതവും മഴയും നിമിത്തം തീ കൂട്ടി. ഞങ്ങളൊക്കെ എന്ത് ചെയ്തു? പവചനവിന്റെ പ്രാർത്ഥന സഭാവനം ഞാൻ ആ ദൂതാ പറഞ്ഞേ, അത് തൊട്ടുകൊണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുക, സമയമില്ല. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവര് വിറക് അവരെ പെറുക്കി കത്തിച്ചുകൊണ്ടിരിക്കുമ്പോ പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് കുറച്ച് വില കൊടുക്കി. അപ്പൊ കേൾക്കാൻ ഞാൻ പറയാ, ഈ ചിലർ നീ പെറുക്കാൻ പോകുമ്പോഴാ ഈ അണല് വരുന്നത്. നീ അനങ്ങാണ്ടിരുന്നെങ്കിൽ ആരെങ്കിലും കത്തിക്കാൻ നീ ഓടി പോയി കുത്തിയിരുന്നെങ്കിൽ നിനക്കൊരു കുഴപ്പമില്ല. നീച്ച് തീ കത്തിക്കാൻ പോയി, നീച്ച് വിലമെടുക്കാൻ പോയി, നീച്ച് അധ്വാനിക്കാൻ പോയി, നീച്ച് പ്രാർത്ഥിച്ചു, നീച്ച് ഉപവസിച്ചു, നീ ദൈവസഭയിൽ നിന്നു, നീ ദൈവസഭയ്ക്ക് വേണ്ടി നിലവിളിച്ചു. അതുകൊണ്ടാണ് നിനക്ക് അത് അണലിനെ കടിക്കാൻ വന്നതാണ്. ഇന്ന് പകൽക്കാലം അവരുടെ ഈ പകൽ അഭിഷക്തനെ കടിച്ചു തൂങ്ങുന്ന ദുഃഖവ്യാപാരത്തെ ഈ പകൽ ആരാധനയിൽ തീരെ കുടഞ്ഞു കടഞ്ഞ് അത് കത്തിച്ചാമ്പലായി എന്ന് മാത്രമല്ല, അഭിഷക്തന് ദോഷം വന്നില്ല. ഈ പകൽക്കാലം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയല്ല. ഞാൻ കുറെ നാൾക്ക് മുമ്പ്, കുറെ മാസങ്ങൾക്ക് മുമ്പ് അനിൽ പാസ്റ്ററുടെ വീട്ടിൽ ദൈവം സംസാരിക്കുമ്പോൾ ഞാൻ അന്ന് ഈ വിഷയത്തിന്റെ ഒരു ദൂത് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഓർത്തോണെന്ന് പറഞ്ഞ എനിക്കറിയില്ല. ഈ അണനെ കൊണ്ട് ഇറങ്ങി വന്നപ്പോഴേ ആ പെറുക്കി കൊണ്ടുവന്ന വിറകില്ലേ, ആ വിറകിനോടടുത്ത് തല്ലിക്കുന്നതിനെ കളഞ്ഞ പോരായിരുന്നോ? അതെന്താ പോലെ ദൈവത്തെ. പക്ഷേ അവൻ അങ്ങനെ തല്ലിക്കൊന്ന് കളഞ്ഞില്ല. അവൻ എന്താ തല്ലിക്കൊന്നാൽ അതിന് ശേഷിപ്പ് ബാക്കി വരും.
ദൈവത്തിന്റെ സ്വതന്ത്രമാണ്. അതിന് ശേഷിപ്പ് ബാക്കി വരും, അതിന് എല്ലും പല്ലും മുള്ളും ഒക്കെ ബാക്കി വരും. അത് അവ കടിച്ചില്ലെങ്കിലും ആരൊക്കെ നേരത്തെ കൊണ്ടുകയറിയാൽ ഇനിയും മരണം സംഭവിക്കാം. എന്നാൽ ഇത് എന്നേക്കുമായി നശിക്കത്തക്ക നിലയിൽ, ആ വ്യാപാരം എന്നേക്കുമായി തകരത്തക്ക നിലയിൽ യേശുവിന്റെ നാമത്തിൽ അത് കുടഞ്ഞു കളഞ്ഞതുപോലെ ദൈവ സഭയില് അഭിഷക്തന്മാർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല കൂട്ട വ്യാപാരങ്ങളും എന്നേക്കുമായി യേശുവിന്റെ നാമത്തിൽ തകർന്നു. അധികാരമുള്ള നാമത്തെ കൽപ്പിക്കുകയും ദൈവത്തിന് ഇഷ്ടം. പെട്ടെന്ന് ഞാൻ പറഞ്ഞ നിർത്താം. അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഒരു പുബ്ലിയോസ് എന്നൊരു മനുഷ്യന് വീട്ടിൽ ദീപകുർബാന അല്ലേ അവര് വീട്ടിൽ ചെന്നു. ആ മനുഷ്യൻ ഏറെ നിലവൊക്കെ മക്കളെങ്കിൽ ഏറെ നിലവൊക്കെ ഉണ്ടല്ലേ. ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹത്തിന്റെ അപ്പന് അതിശാരം പിടിച്ച് ഡയേറിയ ഇങ്ങനെ ഒരു അന്തമൊന്നും ഇല്ലാതെ പോകുന്നതിന് ഡയേറിയ തോന്നുന്നു, എന്റെ കൺട്രോളുണ്ടോ? അത് അകത്ത് കിടക്കുക. അകത്ത് അപ്പൻ അങ്ങനെ കിടക്കുമ്പോഴും മോൻ എന്ത് ചെയ്താ വായിക്കുന്ന ദൈവദാസന്മാരെ എന്ന് പറഞ്ഞേ ഒന്ന് വായിച്ചേ, വായിച്ചൊന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. അവൻ ഞങ്ങൾ ചേർത്ത് അപ്പൻ രോഗിയായി കിടക്കുക. പക്ഷെ ഉപദേശിക്കുന്ന ശുശ്രൂഷ മുടക്കിയില്ല. മനസ്സിലായി? അപ്പൻ രോഗിയായാലും അമ്മ രോഗിയായാലും അവരുടെ ഭർത്താവ് രോഗിയായാലും ഭാര്യ രോഗിയായാലും ഒരു ദൈവദാസന് കൊടുക്കേണ്ട ഒരു ശുശ്രൂഷ മുടക്കരുത്. അവൻ ആഹാരം വെച്ചു കൊടുത്തത് കണക്ക് പറയരുത്. അവന് കൊടുത്ത ആഹാരം അതിന്റെ തലമുറയ്ക്ക് ദൈവം നന്മയായി തീർത്തതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ദൈവങ്ങൾ സ്തോത്രമാണ്. സ്തോത്രം. ഞാനതൊന്നുകൂടി ആ വാക്കൊന്ന് പറയാതെ പോയാൽ അതൊരു നീതി നന്ദിയാണ്. ഞാൻ പേര് പറയുന്നില്ല. ഒരു ദിവസം ഞങ്ങൾ വന്ന ഇടയ്ക്ക് അധികമൊന്നും സമയം കഴിഞ്ഞില്ല. ഈ ചർച്ചിലാക്കി സ്തോത്രം കുറച്ച് പൈസ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ബാഗിൽ നിന്ന് ദൈവത്തിന്റെ സ്തോത്രം 500ന്റെ 2 കെട്ട് നോട്ട് എൻ്റെ കയ്യിൽ എടുത്തു തന്നു. എൻ്റെ ഒരു പാസ് ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വിചാരിച്ചു പ്രാർത്ഥിച്ച് കൊടുക്കാൻ അവരുടെ ആവശ്യങ്ങൾ തോന്നി. ഞാൻ പ്രാർത്ഥിച്ച് അങ്ങോട്ട് ആ 1,00,000 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്നോട് പാസ്റ്ററെ ഇത് ഇങ്ങോട്ട് തരാൻ, ഇത് പാസ്റ്റർക്ക് തരാൻ ദൈവാത്മാവിനോട് ചില ദിവസങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. പകൽ ഞാൻ പറയാം സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷ 29 വർഷത്തിനകത്ത് അത്രയും ഒരു എമൗണ്ട് ഒരു വിശ്വാസി തന്നിട്ടില്ല. അത് ഞാൻ പറയാതെ പോയ ദൈവത്തിന് നീതികളെ പോകും. 1 രൂപ കൊടുത്തവർക്ക് വിളിച്ചു പറയുമ്പോൾ, 1 രൂപ കൊടുക്കാത്തവൻ പോലും അവനെ വിളിച്ചു പറയുമ്പോൾ, അവൻ തന്നിട്ട് ആരും അറിയുന്നത് വാസ്ത എന്ന് പറയുമ്പോൾ, ഇന്ന് പകൽ ഞാൻ പറയാ ആ കുടുംബത്തെ ദൈവം മാനിക്കാതെ പോകുകയില്ല. ആ തലമുറകളെ ദൈവം ആദരിക്കാതെ പോകുകയില്ല. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ പൈതലെ അവൻ ദൈവദാസന്റെ പിതാവ് അവൻ രോഗിയായി അകത്ത് കിടക്കുമ്പോൾ പുബ്ലിയോസ് എന്ന മനുഷ്യന് അവനെ കൈക്കൊണ്ട് അവർക്ക് അതിഥി സൽക്കാരം ചെയ്തു. പെട്ടെന്ന് വായിക്കാൻ നിർത്താം. പൗലോസ് അവന്റെ അടുക്കൽ അകത്ത് എന്ന പ്രാർത്ഥിച്ച് അവന് കൈവച്ച് കേട്ടോ, കൈക്കൊള്ളുന്നവനെയും ശുശ്രൂഷിക്കുന്നവനെയും അകത്ത് ചെല്ലാൻ സ്വാതന്ത്ര്യം കൊണ്ടാണ് വീട്ടിൽ. അകത്ത് അപ്പനെ അടുക്കൽ കൈവച്ച് പ്രാർത്ഥിച്ച് വളർന്നതായി പറ. അഭിഷക്തമായ പ്രാർത്ഥന സൗഖ്യമുണ്ടാകും. ഇവിടെ ഈ 3 വർഷക്കാലം ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച ദൈവത്തിനകത്തുണ്ട്. ദൈവത്തെ ഞാൻ കൈവക്കിക്കുന്നില്ല. അത് ദൈവത്തിന് അറിയാം, അത് ദൈവങ്ങൾക്ക് അറിയാം. ദൈവത്തെ കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമായി. അത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാര് വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരേറിയ സമ്മാനം തന്നു ഞങ്ങളെ. എടാ, കപ്പലിൽ ഇറങ്ങിയപ്പോ വല്ലതും കയ്യിലുണ്ടോ? എല്ലാം കളഞ്ഞല്ലോ വന്നേ, തടിക്കഷ്ണ പിടിച്ചല്ലോ വന്നേ. ഇപ്പോഴെന്തായി? അവൻ നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവമുണ്ട്.
നിനക്ക് നഷ്ടം വന്നെങ്കിൽ എവിടെയൊക്കെ നഷ്ടം വന്നോ, ശാരീരിക നഷ്ടം വന്നാൽ, ആരോഗ്യ നഷ്ടം വന്നാൽ, മാനനഷ്ടം വന്നാൽ, സാമ്പത്തിക നഷ്ടം വന്നാൽ, അവൻ നിന്റെ തലമുറയ്ക്ക് നഷ്ടം വന്നാൽ, ആ നഷ്ടങ്ങളെ നികത്തുന്ന ദൈവം ഇന്ന് പകൽവഴി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങൾ കരമയത്തിൽ ശക്തിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ. ഏറിയ സമ്മാനങ്ങൾ തന്ന് അവൻ ഞങ്ങളെ മാനിച്ചു. അത് മാത്രമല്ല, അടുത്ത വാക്യം കൂടി വായിച്ചേ. ഞങ്ങൾ കപ്പലിലേക്ക് റോമിലേക്ക് പോകുന്ന സമയത്ത് അപ്പൊ ഈ വിശ്വാസികള് പുബിഡിയോസിലെ ആ ദ്വീപിന്റെ വിശ്വാസികള് പാസ്റ്റർ പോയ സമയത്ത് എന്ത് ചെയ്തു? പാസ്റ്ററിന്റെ സാധനങ്ങളെല്ലാം കയറ്റി കൊടുത്തു. കയറ്റ പാത്രമൊന്നും കാണിയല്ല, കർപ്പോസിന് വേണ്ടി വെച്ച പുതപ്പും ചെറുപ്പരിക്കുന്നു. ഇവര് കൊടുത്ത സമ്മാനമില്ലാതെ കാര്യമായിട്ടൊന്നും കാണിയല്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്നാലും ഉള്ളത് എന്ത് ചെയ്തു? അല്ലേ, കയറ്റി കൊടുത്തു വിട്ടു അല്ലേ? സ്തോത്രം. ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നത് ഇങ്ങനെയാ, ദൈവദാസന്മാരെ മാനിക്കും ഇങ്ങനെയാ. അങ്ങനെ മാനിച്ചാൽ സ്തോത്രം ദൈവം നിനക്ക് കടക്കാനല്ല. എല്ലാം കണ്ണിന് ദൈവം. ഞാനൊരു വാക്കുകൾ നിർത്തുകയാ. തലക ദൈവം മുടക്കാം. ഇന്ന് പകൽക്കാലം നിന്റെ ഈ യാത്ര അവൻ പരാജയമല്ല, നിന്റെ ഈ യാത്ര വിജയമാണ്. ശുഭ ദുർമുഖത്തേക്കല്ല, അവന് ശാന്ത ദുർമുഖത്തേക്ക്, ഇമ്പങ്ങളുടെ നാട്ടിലേക്ക് നീ യാത്ര ചെയ്യാൻ പോകുകയാ. അവൻ ചില നാളുകൾ നീ കൂലി കൊടുത്ത വീട്ടിൽ താമസിച്ചാൽ നിനക്ക് അപ്പുറത്ത് പരദീസയിലേക്ക് യാത്ര ദൈവം തരാൻ പോകുകയാ. എല്ലാ കണ്ണുകൾ വിളിച്ചാട്ടെ. ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇവിടെ നാം മുഖാമുഖമായി കണ്ടതുപോലെ അങ്ങേ കരയിൽ മുഖാമുഖമായി കാണുമെന്ന് ഉറപ്പുള്ള ദൈവങ്ങൾ മാത്രം കരവന്റെ സ്വന്തമാകട്ടെ. വിളിക്കുന്ന നാളിൽ ഈ ശുശ്രൂഷയുടെ ഫലമായി നിത്യത തുറമുഖത്ത് ആ മക്കളെ വിളിച്ചു കൂട്ടുമ്പോൾ, ദൈവമക്കൾ അവിടെ കാണപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനെയാകട്ടെ. അതിനായി നമുക്ക് ഒരുക്കപ്പെടാം. നമ്മെ ദൈവത്തിനായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ സമാപന വാക്കുകൾ ഞാൻ സംഹരിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ മുന്നോട്ട് വന്ന അവൻ ദൈവസന്നിധിയുടെ വചനങ്ങളെ ഓർത്തുകൊണ്ട് അവന്റെ സ്വന്തമായ പുത്രികങ്ങളുടെ വാർഷികത്തെ വഹിച്ചുകൊണ്ട് ശബ്ദമായി പരസ്യമായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുമച്ചാരി അയച്ചത് യോഗവിരുദ്ധ അറിയിക്കുന്നതാണ്. ദൈവമേ അനുഗ്രഹിക്കട്ടെ.